കേരള പോലീസിന് അഭിനന്ദനം. കേരള പോലീസിനെ ഈ കോടതി അഭിനന്ദിക്കുന്നു. ഈ അന്വേഷണം ഇങ്ങനെ കണ്ടെത്തിയതിന്, കാര്യങ്ങളെല്ലാം വിശദമായി തെളിവുകൾ ശേഖരിച്ചതിന്, ഇങ്ങനെ ഒരു ശിക്ഷാവിധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിന്, അന്വേഷണം നടത്തിയതിന് കേരള പോലീസിനെ കോടതി പ്രത്യേകമായി അഭിനന്ദിക്കുന്നുണ്ട്. തീർച്ചയായും വളരെ കുഴപ്പിക്കുന്ന നിലയിലാണ് ഈ ഒരു കൊലപാതകം നടന്നത്. ഡോക്ടർമാർക്ക് പോലും ഒരുപക്ഷെ ആ സമയത്ത് എന്ത് വിഷമാണ് നൽകിയതെന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തെ തിരിച്ചുപിടിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നു, അതുപോലും ഇല്ലാതായി. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവരും ഒരു ഉത്തരവുമില്ലാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുന്നതും ഘട്ടം ഘട്ടമായി അതിന്റെ ഓരോ ദുരൂഹതയും മറനീക്കിക്കൊണ്ട് പോലീസ് ആ സത്യത്തിലേക്ക് എത്തുന്നത്. എന്തായാലും അതിസമർത്ഥമായ അന്വേഷണം നടന്നിരിക്കുന്നുവെന്നാണ് വിധിന്യായത്തിൽ കേരള പോലീസിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പറയുന്നത്. അനന്തൻ ചേരുന്നുണ്ട്. അനന്തൻ, ഇപ്പോ കേരള പോലീസിനെ കോടതി അഭിനന്ദിക്കുകയാണ്. അതിസമർത്ഥമായ അന്വേഷണം നടത്തിയ സാഹചര്യ തെളിവുകളെ നല്ല രീതിയിൽ ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കോടതി പറയുന്നത് കേരള പോലീസിനെ കുറിച്ച്. രാജീവ്, ഒരു ഗൗരവമായ അല്ലെങ്കിൽ കനപ്പെട്ട ഒരു ശിക്ഷ ഗ്രീഷ്മയെ കാത്തിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് കോടതിയുടെ ഇപ്പോഴത്തെ ഈ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 586 പേജുള്ള വിധി. കേരള പോലീസിന് വലിയ അഭിനന്ദനം. ആ അഭിനന്ദനം സാഹചര്യ തെളിവുകൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ സാഹചര്യ തെളിവുകളെ അതിസമർത്ഥമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് ഈ കുറ്റം പ്രതി ചെയ്തു എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് കോടതി വളരെ അഭിനന്ദനാർഹമായി സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഒരു കനത്ത ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ഉണ്ടാകും. ഇപ്പോൾ ഇതുവരെ വന്ന വാർത്തയിൽ ഏറ്റവും ശ്രദ്ധേയമായി ഞാൻ കാണുന്നത് മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് അന്വേഷണ രീതി മാറ്റി എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് ശാസ്ത്രീയ തെളിവുകളാണ്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ എവിഡൻസ്, ഗ്രീഷ്മയുടെ ഫോണിൽ നിന്നും കണ്ടെത്തിയ തെളിവുകൾ, അതോടൊപ്പം തന്നെ ഷാരോണിന്റെ ഫോണിൽ നിന്നും കണ്ടെത്തിയ തെളിവുകൾ, ചില ശബ്ദ സന്ദേശങ്ങൾ. സാധാരണ ഇത്തരം ഡിജിറ്റൽ എവിഡൻസുകൾക്ക് കോടതി കൊടുക്കുന്ന പ്രാധാന്യം ഒരല്പം കുറയാറുണ്ട്. പക്ഷേ ഇതിൽ കോടതി എവിഡൻസ് മാത്രമല്ല, മെഡിക്കൽ തെളിവുകൾ, ഡോക്ടർമാരുടെ മൊഴികൾ, പിന്നെ ആ ഷാരോണിനൊപ്പം പോയ കൂട്ടുകാരന്റെ മൊഴി, ആ മുറിക്കുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നത് ഷാരോണിനും ഗ്രീഷ്മയ്ക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതൊട്ട് തുറന്നു പറഞ്ഞതുമില്ല. അപ്പോൾ ഗ്രീഷ്മ എന്നെ ചതിച്ചു എന്ന് പുറത്തിറങ്ങി ഛർദ്ദിച്ചുകൊണ്ട്, പച്ച നിറത്തിലുള്ള ദ്രാവകം ഛർദ്ദിച്ചുകൊണ്ട് ഷാരോൺ പറഞ്ഞത്, അതൊക്കെ അതിനുശേഷം ഷാരോണും ആ കൂട്ടുകാരനും സഞ്ചരിച്ച വഴി മുഴുവനുള്ള CCTV ശേഖരിച്ചുകൊണ്ട് ഗ്രീഷ്മയുടെ വീട്ടിൽ ഷാരോൺ എത്തിയെന്ന് തെളിയിച്ചത്. അപ്പോൾ അതെല്ലാം സമർത്ഥമാണ്. അതായത് കോടതി നടപടികൾ തുടരുകയാണ്. മാറിയ ഈ കോടതി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. 586 പേജുള്ള വിധിയാണ്. ഇതിൽ 586 പേജും കോടതി വായിക്കുമൊന്നുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാത്രം കോടതി അങ്ങ് വാദിക്കും. പക്ഷേ ആ ഗൗരവമായ ഒരു വിധി പുറപ്പെടുവിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ കോടതി ആദ്യം തന്നെ നൽകുകയാണ്. കാരണം കേരള പോലീസിനെ അഭിനന്ദിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 302 IPC 302 തെളിയിക്കാനായി എന്നുള്ളത്. അതായത് കൊലപാതക കുറ്റം തെളിയുകയാണ്.